ഹലോ ഫ്രണ്ട്സ്, മഴതോരും മുംബൈയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അലീനയോട് ബാലചന്ദ്രനെ അപേക്ഷിക്കും പോലെ പറയാണ്, എങ്ങനെയെങ്കിലും നമുക്ക് രോഹിത്തിനെ രക്ഷിച്ചേ പറ്റുള്ളൂ മോളെ. കാരണം അവൻ തെറ്റുകാരനല്ല എന്ന് അറിഞ്ഞിട്ട് ഇനി നമ്മൾ മിണ്ടാതിരിക്കുന്നത് ശരിയാണോ? അത് നമ്മളെ മനസ്സാക്ഷിയോട് ചെയ്യുന്ന തെറ്റല്ലേ? അതൊക്കെ ശരിയാണ്. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും മോളെ? ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ, നീ എന്നെ സഹായിക്കാവോ? എന്താ അച്ഛൻ അങ്ങനെ പറയുന്നത്? അല്ല, നീ അന്ന് പോലീസ് സ്റ്റേഷനിലായിരുന്നപ്പോൾ ഒരു DYSP അല്ലേ നിന്നെ അവിടെ നിന്ന് ഇറക്കിയത്? അതും രേവതിക്കുട്ടി നിൽക്കുന്ന അവിടുത്തെ മാമച്ചനും ഗ്രേസമ്മയും കൂടെ ഇടപെട്ടിട്ട് നമുക്ക് ആ വഴി ഒന്ന് നോക്കിയാലോ? അച്ഛാ, അത് ഞാൻ എങ്ങനെ, അത് എനിക്കറിയില്ല അദ്ദേഹം ചെയ്യുമോ എന്നുള്ള കാര്യം. ശരി, നമുക്കൊന്ന് സംസാരിച്ച് നോക്കുന്നോട് തെറ്റില്ലല്ലോ. നീ ഒന്ന് മാമച്ചനെ വിളിച്ചൊന്ന് കാര്യങ്ങളൊക്കെ പറ. അത് കഴിഞ്ഞിട്ട് ഞാൻ സംസാരിച്ചോളാം മോളെ, ഒന്ന് വിളിക്കേ. അങ്ങനെയാണ് നമ്മുടെ അലീന മാമച്ചനോട് ഗ്രേസമ്മയോടൊക്കെ വിളിച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുക കേട്ടോ. പക്ഷേ സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം സുഖവിവരങ്ങളെല്ലാം അന്വേഷിച്ചിട്ട് നമ്മൾ ബാലചന്ദ്രൻ ആ ഫോൺ വാങ്ങുകയാണ്. മാമച്ചനോട് പറയുന്നുണ്ട്, കാര്യങ്ങളൊക്കെ അലീന പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ, രോഹിത്ത് തെറ്റുകാരനല്ല. അപ്പോൾ അവനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ നമ്മളിനി മിണ്ടാതിരിക്കുന്നത് ശരിയല്ല മാമച്ച. എങ്ങനെയെങ്കിലും നമ്മളെ ഒന്ന് സഹായിക്കണം. അത് ഞങ്ങളൊന്ന് എറണാകുളത്തേക്ക് വരാമെന്ന് വിചാരിച്ചിരിക്കുക. നേരിട്ട് കണ്ട് സംസാരിച്ചാലേ ഇതൊക്കെ ശരിയാകത്തുള്ളൂ. ശരി, അങ്ങനെയാണെങ്കിലേ നിങ്ങളിങ്ങോട്ട് വന്നോ. പിന്നെ ഇത് ഞങ്ങളായിട്ട് ചെയ്തതല്ല കേട്ടോ, നമ്മുടെ ഗ്രേസമ്മയുടെ ആങ്ങളുടെ കെയർ ഓഫ് വഴി വന്നതാണ്, കുര്യച്ചൻ വഴി, അറിയാമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ അവരോടൊക്കെ സംസാരിച്ചാലേ നമുക്ക് ഇതിൻ്റെ കാര്യങ്ങൾ അറിയാൻ പറ്റൂ. പോരാഞ്ഞിട്ട് വിഷയം ഏതെങ്കിലും ഒരു വിഷയമല്ല, പെണ്ണ് കേസും പീഡന കേസും ഒക്കെയാണ്. അപ്പോൾ നമ്മൾ അതുമായി ബന്ധപ്പെട്ട് വേണ്ടേ അത്ര കെയറായിട്ട് വേണം അവരോട് സംസാരിക്കാൻ. അതുകൊണ്ട് നിങ്ങളിങ്ങോട്ട് വന്നോളൂ എന്ന് പറയാം. അങ്ങനെ ബാലചന്ദ്രനും അലീനയും കൂടെ എന്തായാലും മാമച്ചനെ കാണാൻ പോകാൻ തീരുമാനിച്ചു. അലീനയ്ക്ക് ഇതിന് പ്രത്യേകിച്ച് റോളൊന്നും ഇല്ല കേട്ടോ. പക്ഷേ ബാലചന്ദ്രൻ പറയുമ്പോൾ ബാലചന്ദ്രനെ സഹായിക്കണം, കൂടെ പോകണം, സ്ഥലം കാണിച്ചു കൊടുക്കണം എന്നുള്ള ഉദ്ദേശം മാത്രമേ ഉള്ളൂ. അവർ പോകാൻ ഇറങ്ങുമ്പോൾ നമ്മുടെ കൃഷ്ണമോൾ വന്ന് ചോദിക്കുകയാണ്, നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന്. രോഹിത്തിൻ്റെ കാര്യത്തിന് വേണ്ടി ചില കാര്യങ്ങൾ ഏർപ്പെടുത്താനും അന്വേഷിക്കാനും ഒക്കെ സംസാരിക്കാനൊക്കെ നമ്മൾ എറണാകുളം വരെ പോവാം മോളെ. അതുകൊണ്ട് നീ സ്കൂളിലേക്ക് പൊക്കോ. എല്ലാ സാധനങ്ങളും ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, കഴിക്കാനുള്ളതും കുടിക്കാനുള്ളതും സമയത്തിനടുത്ത് കഴിച്ചോണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭവിതയോട് പറയുന്നുണ്ട്. പിന്നെ ഭവിതേ, നിന്നോട് എനിക്ക് പറയാനുള്ള എന്താണെന്നറിയോ? ഇപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവുക, കൃഷ്ണമോൾ സ്കൂളിലേക്കും പോവുക. ഈ വീട്ടിൽ ആരുമില്ല. കണ്ട തലമുടിക്കാരനെയും മുടിയന്മാരെയും ഒന്നും ഇതിനകത്ത് വിളിച്ച് കയറ്റിയേക്കരുത് കേട്ടല്ലോ എന്നിങ്ങനെ ദേഷ്യത്തോടെ നോക്കിയിട്ട് അലീന ബാലചന്ദ്രനോട് കാറിൽ കയറി പോവാണ്. പക്ഷേ ഭവിതയ്ക്ക് നല്ല ദേഷ്യം വരാം കേട്ടോ. ഭവിത കൃഷ്ണയോട് പറയുന്നുണ്ട്, ഇവർക്ക് എന്തിൻ്റെ കേടാന്ന് എനിക്കറിയില്ല, എനിക്കങ്ങോട്ട് തീരെ പിടിക്കുന്നില്ല. എന്താ പിടിക്കാത്ത ചേച്ചി? അലീന ചേച്ചി സത്യമല്ലേ പറയണേ? അപ്പോൾ അനിയത്തിയും കൂടെ പറഞ്ഞപ്പോൾ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. എന്നിട്ട് കൃഷ്ണമോൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ സ്കൂളിലേക്ക് പോവാണ്. പോയി കഴിഞ്ഞ് കുറേ സമയം കഴിയുമ്പോൾ കൃഷ്ണമോൾ തിരിച്ച് വരുന്നുണ്ട്. ഭവിത ചോദിക്കുകയാണ്, എന്താടി നീ സ്കൂളിൽ പോകാൻ തിരിച്ച് വന്ന്? ഇവിടെ ആരെങ്കിലും ഞാൻ കയറ്റി നിർത്തിയിട്ടുണ്ടോ എന്ന് നീ ചെക്ക് ചെയ്യാൻ വന്നതാണോ? ആ അതെ. എന്നാൽ പിന്നെ നീ കയറി നോക്കിക്കോ അതിനകത്ത്. എനിക്ക് ആ സ്വഭാവം ഇല്ല. ചേച്ചി ചെയ്യുന്നതല്ലേ ഞങ്ങൾ പറയുന്നുള്ളൂ, ഇല്ലാത്തൊന്നും പറയുന്നില്ലല്ലോ. ഞാനിപ്പോൾ വന്ന അതുകൊണ്ടൊന്നുമില്ല. ഞങ്ങളെ പഠിപ്പിച്ചില്ലേ സാറ്, ആ സാറിൻ്റെ പെട്ടെന്ന് പഠിപ്പിച്ചുകൊണ്ട് നമുക്ക് കൊഴിഞ്ഞു വീണു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇപ്പോൾ തന്നെ അറ്റാക്കായിരുന്നു, അപ്പോൾ തന്നെ മരിച്ചു. അതുകൊണ്ടാണ് ക്ലാസ് കട്ട് ചെയ്തത്. ഇനി ഉച്ചയ്ക്ക് ശേഷം പോകണം. വീണ്ടും അനുശോചനമൊക്കെ അവിടെ മീറ്റിങ്ങും കാര്യങ്ങളും ഉണ്ട്, എല്ലാവരും പങ്കെടുക്കണമെന്നാണ് പറയണേ. അതുകൊണ്ട് ഞാൻ യൂണിഫോം ഒന്നും മാറ്റുന്നില്ല, ഞാനിവിടെ എന്തായാലും ഇരിക്കട്ടെ എന്ന് പറയാം. ശരി, എന്തായാലും നീ വീട്ടിലുണ്ടല്ലോ, ഞാനിന്ന് അമ്മയെ കാണാൻ പോവാം. ശരി, എന്നാൽ പിന്നെ ചേച്ചി പോയി അമ്മയെ കണ്ടോ. ഞാനെന്തായാലും അമ്മയെ കാണാൻ വരുന്നില്ല. അമ്മയെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ മനസ്സമാധാനം കൂടെ പോകും, അതുകൊണ്ടാണ്. ആ ശരി. അങ്ങനെ നമ്മുടെ ബബിത നേരെ വൈജയന്തിയെ കാണാൻ വേണ്ടി ചെല്ലാൻ കേട്ടോ. അപ്പോൾ ഇതിനിടയ്ക്ക് നമ്മുടെ കമല അങ്ങോട്ട് പോയിട്ടുണ്ട്. കമല ചെന്ന് വൈജയ്ക്ക് കുറച്ച് ഉപദേശമൊക്കെ കൊടുക്കുന്നുണ്ട്. നീ എന്തായാലും വീട് ഇങ്ങനെയൊക്കെ മാറാനുള്ള തീരുമാനമാണോ? മനു വന്ന് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. രാവിലെ എന്തായാലും രാജീവൻ പോകാൻ വേണ്ടി റെഡിയായിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ, നാളെ പോവാണ്. അപ്പോഴാണ് മനു വന്ന് കാര്യം പറഞ്ഞ് ഞങ്ങളെല്ലാം അറിഞ്ഞത്, നീ വാടകയ്ക്ക് വീടെടുത്തെന്നും അങ്ങോട്ട് പോവാണെന്നും. എന്തോന്നാ നീ കാണിക്കുന്നത്? ഇതൊക്കെ ശരിയാണോ വൈജയെ? കുടുംബം തകർന്നു പോവില്ലേ? നിൻ്റെ മോനാണെങ്കിൽ ഇങ്ങനൊരു അവസ്ഥയിൽ, ബാക്കിയുള്ള നിൻ്റെ ഭർത്താവാണെങ്കിൽ ഈ ഒരു അവസ്ഥയിൽ. അതുകൊണ്ട് നീ എന്തൊക്കെ ചിന്തിക്കാതെ ഇപ്പോൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കേണ്ട സമയമല്ലേ? അതുകൊണ്ട് നീ ഇങ്ങനെയൊന്നും ചെയ്യല്ലേ. നേരെ കടപ്പാട്ട് വീട്ടിലേക്ക് തന്നെ പോകണമെന്ന് പറയാം. ദേ കമലെടുത്തി, എനിക്കതൊന്നും അറിയേണ്ട കാര്യമില്ല. എനിക്ക് ഒരച്ഛനും ഒരു അമ്മയേ ഉള്ളൂ. പല സ്വഭാവം എനിക്കില്ല, അതൊക്കെ എനിക്ക് മനസ്സിലായി, ശരിയാണ്. പക്ഷേ ഇപ്പം നീ ഒരു കാര്യം ഓർത്തോ, രോഹിത്ത് തെറ്റ് ചെയ്തിട്ടില്ലെന്നൊക്കെയാണ് പറയണത്. ആണോ? എനിക്കപ്പോഴേ തോന്നി അവൻ തെറ്റുകാരനല്ലായിരിക്കും എന്ന്. അതൊക്കെ ചുമ്മാ ഈ അലീന ഉണ്ടാക്കി പറയുന്നതാന്നേ. അലീനയ്ക്കിപ്പോൾ അത് പറഞ്ഞിട്ട് എന്ത് ലാഭം കിട്ടാനാ എന്ന് വൈജ ചോദിക്കുക. അതെനിക്കറിയത്തില്ല. എന്തായാലും അലീന ആ പെണ്ണുമായിട്ട് സംസാരിച്ചു എന്നോ? എടി, നീ ഇപ്പം എന്തായാലും അവളോട് നീ പറ, രോഹിത്തിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് രോഹിത്തിൻ്റെ കൂടെ ഹരിയെയും ആ ചുളിവിൽ അങ്ങനെ രക്ഷിക്കാൻ പറ്റുമെങ്കിൽ സംസാരിക്കുന്നതല്ലേ നല്ലതെന്ന് പറയാട്ടോ. അത് ഞാൻ എന്തൊക്കെ തന്നെയായാലും ഇനി ചത്താലും ശരി തന്നെ അവളുടെ കാല് പിടിക്കുകയാണെങ്കിൽ ഞാൻ പോകത്തില്ല.
എന്നിങ്ങനെ പറയാനാണ് വൈജ. എന്നാലും വൈജയ്ക്ക് കുറച്ച് സപ്പോർട്ടൊക്കെ കൊടുക്കാട്ടോ. ആദ്യമൊക്കെ പറഞ്ഞു നീ വാടകയ്ക്ക് വീടൊന്നും എടുക്കണ്ട പോകണ്ടാന്ന്. എന്നിട്ട് പിന്നെ കമല പറയാം നിൻ്റെ ഇഷ്ടം പോലെ നടക്കട്ടെ എന്ന്. നിനക്ക് ആ വൈജയുടെ കൂടെ നിന്ന കാര്യം സാധിച്ചു കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്കിനും മാമച്ചനെ കാണാനായിട്ട് ചെല്ലുന്നുണ്ട് നമ്മുടെ ബാലചന്ദ്രനും അലീനയും. അപ്പോൾ അവരോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം അവർക്ക് മനസ്സിലായി. അപ്പോൾ തന്നെ ദേവതിക്കുട്ടി അവിടെ ഇല്ലാട്ടോ, കോളേജിൽ പോയിരിക്കുകയാണ്. എന്തായാലും കുരിയച്ചനോട് വിളിച്ച് കാര്യം പറയാം. അങ്ങനെ ഗ്രേസ് അമ്മ കുരിയച്ചനോട് വിളിച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാട്ടോ. കുരിയച്ചൻ പറയുന്നുണ്ട് അതെ നിങ്ങളിപ്പോൾ എന്തായാലും ഇങ്ങോട്ട് വരണ്ട, എൻ്റെ അളിയനും ഭാര്യയും മക്കളും ഒക്കെ ജർമ്മനിയിൽ നിന്ന് വന്ന് നിൽപ്പുണ്ട്. അവരുടെയൊക്കെ മുന്നിൽ വെച്ച് പീഡന കാര്യങ്ങളൊക്കെ സംസാരിച്ചാലേ ആകെ പ്രശ്നമാവും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒന്നാതെ കേസ് ഇതായതുകൊണ്ടാണ് നാണക്കേട്. അങ്ങനെയല്ല, ഒരു കാര്യം ചെയ്യാം, ഞാനിപ്പോൾ അങ്ങോട്ട് വരാം. അങ്ങനെ കുരിയച്ചൻ 1 മണിക്കൂറിനകം ഗ്രേസമ്മയുടെ വീട്ടിലേക്ക് വരാം, അവരോട് അവിടെ ഇരുന്നോളാം പറയാട്ടോ. കുരിയച്ചൻ നേരെ വരുവാണ്. വന്ന പാടെ തന്നെ അവിടെ പാലായിലും ടൗണിൽ ഒരുപാട് സ്വർണ്ണക്കടയും ജൗളിക്കടയും ചെരുപ്പ് കടയും ഒക്കെ ഉള്ള ഒരു വലിയ മുതലാളിയാണ് ബാലചന്ദ്രൻ. അറിയുമ്പോൾ തന്നെ അയാൾക്ക് സന്തോഷമാവുന്നുണ്ട്. കൈ കൊടുത്ത് ഷേക്കാൻ്റെയൊക്കെ കൊടുത്ത് ഭയങ്കരമായിട്ട് സംസാരിക്കാൻ കേട്ടോ. ഇതിനിടയിൽ കൂടെ മോൻ്റെ കാര്യം പറയുമ്പോൾ അയാൾ ചോദിക്കുന്നുണ്ട് ഉറപ്പായിട്ടും മോൻ തെറ്റുകാരനല്ലെന്ന് ആ പെൺകുട്ടി പറഞ്ഞെങ്കിൽ എന്തുകൊണ്ടാവും ഈ കാര്യം നമുക്ക് നേരത്തെ ആ കുട്ടി സത്യം പറയാത്തത്? അത് ആളെണ്ണം കൂടുന്തോറും കേസിൻ്റെ ബലം കൂടുന്നു. അവളെ ആരോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചു അവളുടെ ആൾക്കാർ. ഇനി അതിൽ നിന്ന് പിന്മാറാൻ പോലും പറ്റുന്നില്ല. അലീനയോടാണ് ഈ കാര്യം ആ കുട്ടി ആദ്യം പറഞ്ഞത്. അപ്പോൾ ഗ്രേസമ്മ പറയാം അന്ന് DYSP അവിടെ നിന്ന് രക്ഷിച്ചു കൊണ്ടുവന്നില്ലേ പെൺകുട്ടി, നമ്മൾ സംസാരിച്ചില്ലേ, അത് ഇവളാ ഈ അലീന കുട്ടിക്ക് വേണ്ടിയിട്ടാണ്. അതെയല്ലേ, ഇനി ഒരിക്കൽ കൂടി ഈ ഒരു സഹായം കൂടി ഞങ്ങൾക്ക് ചെയ്തു തരണം. തെറ്റുകാരനല്ല എന്നുള്ള സ്ഥിതിക്ക് നോക്കണമെങ്കിൽ എന്തായാലും പെൺകുട്ടി മൊഴി മാറ്റി പറയാൻ ചാൻസ് ഇല്ലല്ലേ? ഇല്ല. ഇപ്പം തന്നെ അലീനയ്ക്ക് അവിടെ പോകാൻ പോലും പറ്റില്ല. ആ കോളനി പോലും ഇനിയിപ്പോൾ കയറരുതെന്ന് പറഞ്ഞേക്കുക. അങ്ങനെയുള്ള സ്ഥിതിക്ക് നമുക്ക് ആ കുട്ടിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അത് ശരിയാ. അങ്ങനെയാണെങ്കിൽ കോടതിയിൽ ചോദ്യം ചെയ്യുന്ന സമയത്ത് ആ കുട്ടി തന്നെ വാ തുറന്ന് പറയണം ഇയാൾ തെറ്റുകാരനല്ലാന്ന്. എന്നാൽ വളരെ രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ ഇനി പോലീസ് തന്നെ ഇടപെടേണ്ടി വരും. അതുകൊണ്ടാണ് പറഞ്ഞത്. ഒരു കാര്യം ചെയ്യും, നമുക്ക് ജോബിച്ചനെയും എല്ലാവരെയും ഒന്ന് വിളിച്ച് സംസാരിക്കാം. അങ്ങനെ കുരിയച്ചൻ്റെ മോനെ വിളിച്ച് സംസാരിക്കുകയാണ്. അമ്മായി അച്ഛനോട് കാര്യം പറയാൻ. അതിനു മുമ്പ് മരുമോളോടും കാര്യങ്ങളെല്ലാം പറഞ്ഞ് വിശദീകരിക്കണമല്ലോ. എന്തായാലും ഒരു പീഡന കേസ് എന്നൊക്കെ പറയുമ്പോൾ സ്ത്രീകൾക്ക് പെട്ടെന്ന് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കാര്യത്തിന് സത്യാവസ്ഥ അവളെ പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞാൽ അച്ഛനോട് പറയും അങ്ങനെ DYSPയുടെ സഹായം നമുക്ക് തേടാമല്ലോ എന്നിങ്ങനെ പറഞ്ഞ് സമ്മതിക്കാട്ടോ. എന്നിട്ട് ഗ്രേസമ്മയോടും മാമച്ചനോടും യാത്ര പറഞ്ഞിട്ട് കുരിയച്ചൻ അലീനയെയും ബാലചന്ദ്രനെയും കൂട്ടി നേരെ സ്വന്തം മകൻ്റെയും മരുമകളുടെയും അടുത്തേക്ക് പോവാണ് കേട്ടോ, കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കാൻ. അങ്ങനെ അവരെയും കൊണ്ട് പോവുക. അതോടുകൂടി അവർക്കത് സമാധാനമായി. ഈ സമയത്ത് ഭവിതയാണെങ്കിൽ നേരെ അമ്മയെ കാണാനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അമ്മയ്ക്കോട് നല്ല ദേഷ്യമുണ്ട് കേട്ടോ. കാരണം അമ്മ ഇനിയിപ്പോൾ വീട് മാറി പോവാണ്, അച്ഛനും അമ്മയും പ്രത്യേകം ആവുകയാണെന്നൊക്കെ അറിയുമ്പോൾ ഭവിതയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. എന്നാലും അമ്മയുടെ സൈഡിൽ നിൽക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ തന്നെ വൈജ പറയുന്നുണ്ട് എടി ആ അലീന അവിടെ ഉള്ളിടത്തോളം കാലം ഞാൻ അങ്ങോട്ട് വരില്ല അമ്മയുടെ വാശിയൊന്നും അത്ര നല്ലതല്ല കേട്ടോ. പിന്നെ ഇപ്പോഴത്തെ അവസ്ഥ അറിയാലോ, രോഹിത്തേട്ടൻ തെറ്റ് ചെയ്തില്ലെന്നൊക്കെയാണ് പറയണത്. അതിൻ്റെ കാര്യത്തിന് എന്തോ വേണ്ടിയിട്ട് അലീനയും അതുപോലെ അച്ഛനും കൂടെ എറണാകുളത്ത് എവിടെ പോയേക്കുക ആണോടി? അവരൊറ്റയ്ക്കാണോ പോയത്? പിന്നെ അവിടെ ഇനി വരാൻ താമസിക്കുമ്പോൾ അവരുള്ള റിസോർട്ട് എടുക്കുമോ താമസിക്കുമോ എന്നൊക്കെയുള്ള കുറേ കുഞ്ഞായ്മ ചോദിക്കാൻ തുടങ്ങി കേട്ടോ. ഭവിതയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. അമ്മയ്ക്ക് ഇത്തരം ചിന്തകൾ മാത്രമേ ഉള്ളൂ. പിന്നെ എങ്ങനെയെങ്കിലും കാര്യം നേടിയെടുക്കണം, രോഹിത്തേട്ടനെ പുറത്തിറക്കണം എന്നും വിചാരിച്ചിട്ടാണ് അച്ഛൻ ഇവിടുന്ന് പോയിക്കുന്നത്. എന്തായാലും അമ്മ മാറാൻ തീരുമാനിച്ചു എന്നുള്ളത് ശരിയാണോ? അതെ, ഞാൻ ഇനി അങ്ങോട്ടേക്കില്ല എന്ന് കട്ടായം പറഞ്ഞിരിക്കണം കേട്ടോ. പക്ഷേ ഇതെല്ലാം കേട്ടിട്ട് നമ്മുടെ ബബിത വീട്ടിലേക്ക് വരും. കൃഷ്ണമോളോട് വിശേഷങ്ങൾ പറയാം കേട്ടോ. കൃഷ്ണമോൾക്ക് ആകെ വിഷമാവും കേട്ടോ. അമ്മ ഇനി ഇങ്ങോട്ട് വരുന്നില്ല എന്ന് പറയുമ്പോൾ കൃഷ്ണ തകർന്ന് പോവാണ്. ചേച്ചി ശരിക്കും പറയാം ഇനി അച്ഛനും അമ്മയും പ്രത്യേകം ആവുമല്ലേ? ഇനി പ്രത്യേകം തന്നെയാണ്. നമ്മളും അപ്പോൾ പ്രത്യേകം ആവുമോ? നിനക്ക് അച്ഛനോട് നിൽക്കാനല്ലേ അവർക്ക് പ്രിയ. അപ്പം നീ അച്ഛനോട് നിന്നോ, ഞാൻ അമ്മയുടെ കൂടെ പോകത്തുള്ളൂ. ഇനിയിപ്പോൾ രോഹിത്തേട്ടൻ പുറത്തിറങ്ങുവാണെങ്കിൽ അമ്മയുടെ കൂടെ തന്നെ വരും. നീ ഇവിടെ അലീനയും കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്നോ എന്നൊക്കെ പറഞ്ഞ് ബബിത കുറ്റപ്പെടുത്തുന്നുണ്ട് കേട്ടോ. നമ്മുടെ കൃഷ്ണമോളെ ഈ സമയത്ത് ബാലചന്ദ്രൻ പറഞ്ഞിട്ട് എത്ര കാശ് വേണമെങ്കിൽ ഞങ്ങൾ ഇറക്കാൻ തയ്യാറാണ്, എൻ്റെ മോനെ എങ്ങനെയെങ്കിലും രക്ഷിച്ചെടുത്ത് തരണമെന്ന് അപേക്ഷിക്കാട്ടോ അവിടെ ചെന്ന്. ഇതൊക്കെയാണ് എപ്പിസോഡ്. ഡീറ്റെയിൽഡ് എപ്പിസോഡുമായി വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്